Good morning all. ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് ഇൻസ്ട്രക്ഷൻ ഫോർമാറ്റ്സ് ആണ്. നമ്മൾ കുറേ മുന്നേ നമ്മൾ തേർഡ് മൊഡ്യൂൾ എന്ന് വെച്ചാൽ നമ്മൾ ഫസ്റ്റ് ചെയ്ത മൊഡ്യൂൾ അതാണല്ലോ. അത് സ്റ്റാർട്ട് ചെയ്തപ്പോൾ നമ്മൾ ഇൻസ്ട്രക്ഷൻ ഫോർമാറ്റ്സ് പഠിച്ചിട്ടുണ്ടായിരുന്നു. ഇൻസ്ട്രക്ഷൻ ഫോർമാറ്റ്സിൽ എന്തൊക്കെയാണ് ഫീൽഡുകൾ, ഓരോ ഫീൽഡുകൾ ഏതൊക്കെയാണെന്നൊക്കെ നമ്മൾ ഡീറ്റെയിൽഡായിട്ട് അന്ന് പഠിച്ചിട്ടുണ്ട്. എന്തായിരുന്നു 3 ഫീൽഡുകൾ ഉണ്ടായിരുന്നല്ലോ മെയിനായിട്ട്. ഒന്നെന്തായിരുന്നു ഓപ്പറേഷൻ കോഡ് ഫീൽഡ്. ഇവിടെ 3 പറഞ്ഞ നമ്പർ ഇട്ട് വെച്ചിട്ടുണ്ട്. അത് 3 ഫീൽഡാണ് അന്ന് നമ്മൾ പഠിച്ചിരുന്നത്. ഒന്ന് ഓപ്പറേഷൻ കോഡ് ഫീൽഡാണ്, പിന്നെ ഒന്ന് അഡ്രസ് ഫീൽഡാണ്, പിന്നെ ഒന്ന് അഡ്രസ്സിങ് മോൾഡ് ഫീൽഡാണ്. എന്ന് വെച്ചാൽ ഏത് ടൈപ്പ് ഓപ്പറേഷനോ ഡിറ്റർമിൻ ചെയ്യാനൊരു ഫീൽഡ് ഉണ്ടായിരുന്നു, പിന്നെ അതിൻ്റെ അഡ്രസ്സിങ്ങിനൊരു ഫീൽഡ് ഉണ്ടായിരുന്നു, പിന്നെ ഡയറക്റ്റ് അഡ്രസ്സിങ് ആണോ ഇൻഡയറക്റ്റ് അഡ്രസ്സിങ് ആണോ എന്ന് കാണിക്കാനുള്ള ഒരു ഫീൽഡ് ഉണ്ടായിരുന്നു. അങ്ങനെ 3 ഫീൽഡാണ് ഇൻസ്ട്രക്ഷൻ ഫോർമാറ്റ് ഉണ്ടായിരുന്നത്. ഇവിടെ ഇന്ന് അത് ജനറലായിട്ട് കിടക്കുന്നത്. ഇവിടെ ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് ഇങ്ങനത്തെ ഓരോ ടൈപ്സ് ഇൻസ്ട്രക്ഷൻസ് ആണ്. 1 അഡ്രസ് ഇൻസ്ട്രക്ഷൻ, 2 അഡ്രസ്, അങ്ങനെ എത്ര ഓരോന്നിന് ചെറിയതായിട്ടുള്ള ബേസിക്കായിട്ടുള്ള കുറച്ച് ഡിഫറൻസ് ഉള്ള കുറച്ച് ടൈപ്പ് ഓഫ് ഇൻസ്ട്രക്ഷൻസ് ആണ് നമ്മളിവിടെ ഇന്ന് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. അപ്പോൾ ബേസിക്കായിട്ടുള്ള ഫോർമാറ്റാണ് ഇപ്പോൾ പറഞ്ഞത്, ഈ 3 എണ്ണം. ഇന്ന് നമ്മൾ പറയാൻ പോകുന്നത് ഇത്തരം ഓരോ ടൈപ്സിലുള്ള ഇൻസ്ട്രക്ഷൻ ഫോർമാറ്റ്സിനെ കുറിച്ചാണ്. നോക്കാം. അപ്പോൾ നമ്മൾ കമ്പ്യൂട്ടറിനകത്ത് ഇൻസ്ട്രക്ഷൻസ് ആയാലും എല്ലാം നമ്മൾ സ്റ്റോർ ചെയ്യുന്നത് ഒരു സ്പെസിഫൈഡ് ഓർഗനൈസ്ഡ് വേ ആയിരിക്കും. അങ്ങനെയുള്ള 3 ടൈപ്പ് CPU ഓർഗനൈസേഷൻസ് ഉണ്ട്. ഒന്നാണ് സിംഗിൾ അക്യുമുലേറ്റർ ഓർഗനൈസേഷൻ, പിന്നെ ഒന്ന് ജനറൽ രജിസ്റ്റർ ഓർഗനൈസേഷൻ, പിന്നെ ഒന്ന് സ്റ്റാക്ക് ഓർഗനൈസേഷൻ. ഇവിടെ നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്ന ഇൻസ്ട്രക്ഷൻ ഫോർമാറ്റ്സൊക്കെ ഇതിലേതെങ്കിലും ഒരു ടൈപ്പ് ഓർഗനൈസേഷനെ ഫോളോ ചെയ്യുന്നുണ്ടായിരിക്കും. അപ്പോൾ ഫസ്റ്റ് വൺ നോക്കാം. സിംഗിൾ അക്യുമുലേറ്റർ ഓർഗനൈസേഷൻ്റെ കേസ് വരുമ്പോൾ നമ്മളുടെ 3 അഡ്രസ് ഇൻസ്ട്രക്ഷനും അതേപോലെ 2 അഡ്രസ് ഇൻസ്ട്രക്ഷനും ഫോളോ ചെയ്യുന്നത് നമ്മളുടെ ജനറൽ രജിസ്റ്റർ ഓർഗനൈസേഷനാണ്. സിംഗിൾ അക്യുമുലേറ്റർ അല്ല. അപ്പോൾ 1 by 1 പറഞ്ഞുതരാം കേട്ടോ. ആദ്യം നമ്മളുടെ സിംഗിൾ അക്യുമുലേറ്റർ ഓർഗനൈസേഷനിൽ അത് ഫോളോ ചെയ്യുന്നത് നമ്മുടെ 1 അഡ്രസ് ഇൻസ്ട്രക്ഷനാണ്. അതേപോലെ ജനറൽ രജിസ്റ്റർ ഇൻസ്ട്രക്ഷനെ ഫോളോ ചെയ്യുന്നത് നമ്മളുടെ 3 അഡ്രസ് ഇൻസ്ട്രക്ഷൻസും 2 അഡ്രസ് ഇൻസ്ട്രക്ഷൻസുമാണ്. അതുപോലെ നമ്മുടെ സ്റ്റാക്ക് ഓർഗനൈസേഷനെ ഫോളോ ചെയ്യുന്നത് നമ്മുടെ 0 അഡ്രസ് ഇൻസ്ട്രക്ഷനാണ്. അപ്പോൾ നമുക്ക് 1 by 1 ആയിട്ട് ഓരോ ഇൻസ്ട്രക്ഷൻസ് പറയുമ്പോൾ നിങ്ങൾക്ക് ഒന്നുകൂടെ ഐഡിയ കിട്ടും. ഫസ്റ്റ് ഓഫ് ഓൾ നോട്ട് ചെയ്യുക. 2ഉം 3യും ഫോളോ ചെയ്യുന്നത് നമ്മൾ പറയാൻ പോകുന്ന ഇൻസ്ട്രക്ഷനിൽ 2 ഉണ്ട് 3 ഉണ്ട്. അത് ഫോളോ ചെയ്യുന്നത് നമ്മുടെ ജനറൽ രജിസ്റ്റർ ഓർഗനൈസേഷനെയാണ്. കാരണം നമ്മൾ കുറേ രജിസ്റ്റേഴ്സൊക്കെ പഠിച്ചിട്ടില്ല, 8 രജിസ്റ്റേഴ്സൊക്കെ. ആ ടൈപ്പ് ഓർഗനൈസേഷനെ ഫോളോ ചെയ്യുന്നതാണ് നമ്മളുടെ 2ഉം 3യും ടൈപ്പ് എന്ന് വെച്ചാൽ നമ്മൾ പറയാൻ പോകുന്നത്. സിംഗിൾ അക്യുമുലേറ്റർ ഓർഗനൈസേഷൻ ഒക്കെ അക്യുമുലേറ്റർ ബേസ്ഡ് ആയിരിക്കും. അത് നമ്മുടെ 1 അഡ്രസ് ഇൻസ്ട്രക്ഷൻ ആയിരിക്കും. എന്ന് വെച്ചാൽ ഒരു അഡ്രസ്സ് ഉള്ളത്, മറ്റേത് AC ആയിരിക്കും. പിന്നെ സ്റ്റാക്ക് ഓർഗനൈസേഷനെ ഫോളോ ചെയ്യുന്ന ആരാണ്? നമ്മുടെ 0 ഇൻസ്ട്രക്ഷൻ ആയിരിക്കും സ്റ്റാക്ക് ഓർഗനൈസേഷനെ ഫോളോ ചെയ്യുക. അപ്പോൾ നമ്മൾ പറയാൻ പോകണം. അപ്പോൾ 1 by 1 ആയിട്ട് പറയുമ്പോൾ നിങ്ങൾക്ക് ഒന്നുകൂടെ ഐഡിയ കിട്ടും. അപ്പോൾ നമ്മുടെ ഫസ്റ്റ് ടൈപ്പ് ഇൻസ്ട്രക്ഷനാണ് 3 അഡ്രസ് ഇൻസ്ട്രക്ഷൻ. ഇവിടെ കുറച്ച് സ്റ്റെപ്പുകളുണ്ട് ഇൻസ്ട്രക്ഷൻസിൻ്റെ. ഫസ്റ്റ് വൺ നമ്മൾ എന്താ ചെയ്യാൻ പോകുന്നത്? X = A + B * C + D എന്ന് പറഞ്ഞുള്ള ഒരു അരിത്മാറ്റിക് എക്സ്പ്രഷനാണ് നമ്മൾ ഇവാലുവേറ്റ് ചെയ്യുന്നതെങ്കിൽ എന്തൊക്കെയാണ് അതിന് വരുന്ന ഇൻസ്ട്രക്ഷൻസ്? ഫസ്റ്റ് ആഡ് R1, AB എന്ന് വെച്ചാൽ എയും ബിയും ആഡ് ചെയ്തിട്ട് അത് R1ക്ക് പാസ് ചെയ്യേണ്ടത്. ഓക്കെ, അതാണ് ഫസ്റ്റ് ഇൻസ്ട്രക്ഷൻ. സെക്കൻഡ് ഇൻസ്ട്രക്ഷൻ എന്താണ്? ആഡ് R2, C, D. സിയും ഡിയും ആഡ് ചെയ്തിട്ട് അത് R2ക്കും പാസ് ചെയ്തു. ദെൻ തേർഡ് X, R1, R2 എന്ന് വെച്ചാൽ R1ഉം R2ൻ്റെ കുറേ റിസൾട്ടുകൾ അതിനകത്തുണ്ട്. അതൊക്കെ മൾട്ടിപ്ലൈ ചെയ്തിട്ട് ആ വാല്യൂ Xക്ക് പാസ് ചെയ്യുകയാണ് ചെയ്യുന്നത്. ഇതാണ് 3 അഡ്രസ് ഇൻസ്ട്രക്ഷൻസ് ഉള്ളത്. ഇതിൽ എന്നാൽ മെയിനായിട്ട് 3 അഡ്രസ്സുകളായിട്ടാണ് ഇവിടെ കൊടുത്തിട്ടുള്ളത്. R1, A, B, ദെൻ R2, C, D, ദെൻ X, R1, R2. ഇത്തരം 3 അഡ്രസ് ഇൻസ്ട്രക്ഷൻസ് എന്ന് പറയുമ്പോൾ ഇതിൻ്റെ ഏറ്റവും വലിയ അഡ്വാൻറ്റേജ് എന്ന് പറഞ്ഞാൽ ഇതിൽ അത്രയും ഷോർട്ടായിരിക്കും. എന്ന് വെച്ചാൽ ഇതിൽ ഇൻസ്ട്രക്ഷൻസിൻ്റെ സ്റ്റെപ്സ് എന്ന് വെച്ചാൽ വളരെ കുറച്ചേ 3 വെച്ച് നമ്മളിത് ചെയ്തു. പക്ഷേ മറ്റേതൊക്കെ ആകുമ്പോൾ സ്റ്റെപ്സ് കൂടും. ഇവിടെ സ്റ്റെപ്സ് ഏറ്റവും കുറവാണ്. അതാണ് ഇതിൻ്റെ അഡ്വാൻറ്റേജ്. അപ്പോൾ എത്രയും പെട്ടെന്ന് എത്രയും ചെറിയ സ്റ്റെപ്സിൽ ഷോർട്ടായിട്ട് നമ്മുടെ എക്സ്പ്രഷൻ ഇവാലുവേഷൻ കംപ്ലീറ്റ് ചെയ്യും. പക്ഷേ ഇതിനകത്ത് കുറേ 3 അഡ്രസ്സ് യൂസ് ചെയ്യുന്നത് കൊണ്ട് തന്നെ ഇതിനനുസരിച്ചുള്ള ബിറ്റുകൾ കമ്പ്യൂട്ടറിനകത്ത് ക്രിയേറ്റ് ചെയ്യേണ്ടി വരും. അപ്പോൾ ബിറ്റിൻ്റെ എണ്ണം കൂടും എന്നുള്ളൊരു, ഇതിന് സ്പെസിഫൈ ചെയ്യാനുള്ള ബിറ്റുകൾ ഒരുപാട് യൂസ് ചെയ്യേണ്ടി എന്നുള്ളതാണ് ഇതിൻ്റെ ഒരു ഡിസഡ്വാൻറ്റേജ്. അഡ്വാൻറ്റേജ് എന്ന് പറഞ്ഞാൽ ഷോർട്ടായിട്ട് നമുക്ക് റിസൾട്ടിലെത്താൻ കഴിയും. ഓക്കെ, അപ്പോൾ ഇതിൽ കൺഫ്യൂഷൻ ഉണ്ടോ? 3 അഡ്രസ് ഇൻസ്ട്രക്ഷൻസിനെ കുറിച്ച് പറയുമ്പോൾ ജസ്റ്റ് 3 അഡ്രസ്സായിട്ട് അത് ക്രിയേറ്റ് ചെയ്യും. ഇൻസ്ട്രക്ഷൻസ് ഏറ്റവും ഷോർട്ടായിട്ട് കംപ്ലീറ്റ് ചെയ്യും. എന്ന് വെച്ചാൽ ഇപ്പോൾ ഇവിടെ നമ്മൾ
എയും ബിയും ആദ്യം അഡീഷൻ ചെയ്യാൻ വേണ്ടത് അത് ചെയ്തു, സിയും ഡിയും പിന്നെ അഡീഷൻ ചെയ്തു, അത് ചെയ്തു, പിന്നെ അത് കൂടെ മൾട്ടിപ്ലൈ ചെയ്ത് വെറും 3 സ്റ്റെപ്പിൽ റിസൾട്ട് കംപ്ലീറ്റ് ചെയ്തു. പക്ഷേ ഇനി നെക്സ്റ്റ് നോക്കുമ്പോൾ അങ്ങനെയല്ല കേസ് വരുന്നത്. നോക്കാം. ഇതാണ് ടു അഡ്രസ് ഇൻസ്ട്രക്ഷൻസ്. ടു അഡ്രസ് ഇൻസ്ട്രക്ഷൻ്റെ കേസ് വരുമ്പോൾ സ്റ്റെപ്സ് കൂടി. നമ്മൾ മറ്റേതിനകത്ത് ഏറ്റവും ഷോർട്ടായിട്ട് നമ്മൾ ചെയ്തപ്പോൾ ഇവിടെ അതിനനുസരിച്ച് സ്റ്റെപ്പ് കൂടി. പക്ഷേ നമ്മൾ 2 വേരിയബിൾസ് വെച്ചിട്ടാണ് നമ്മളിങ്ങനെ ചെയ്യുന്നത്. അവിടെ 3 എണ്ണം വെച്ച് ചെയ്തിരുന്നു. ഇവിടെ 2 വേരിയബിൾസ് വെച്ചിട്ടാണ് ചെയ്യുന്നത്. അപ്പോൾ അത്രയും അഡ്രസ്സിങ് ഫീൽഡ് കുറയും, അത്രയും ബിറ്റ്സ് കുറച്ച് മതി ഇത് മാനേജ് ചെയ്യാൻ. ഓക്കെ, പക്ഷേ ഈ എക്സ്പ്രഷൻ സെയിം ആണ്. x = a + b * c + d തന്നെയാണ് നമ്മൾ ഇവിടെയും ചെയ്യുന്നത്. അപ്പോൾ എങ്ങനെയാണ് 1 by 1 ആയിട്ട് ചെയ്യുന്നത് നോക്കാം. ഫസ്റ്റ് ഓഫ് ഓൾ ഈ ടു അഡ്രസ് ഇൻസ്ട്രക്ഷനാണ് കോമൺ ആയിട്ട് കൊമേഴ്ഷ്യൽ കമ്പ്യൂട്ടേഴ്സിലൊക്കെ യൂസ് ചെയ്യുന്നത്. എന്ന് വെച്ചാൽ ബിറ്റ്സ് വളരെ കുറച്ച് യൂസ് ചെയ്യാനേ ഉള്ളൂ കമ്പയറിങ് ടു 3 അഡ്രസ് ഇൻസ്ട്രക്ഷൻ. മറ്റേ കുറച്ചുകൂടെ എഫക്റ്റീവ് ആണെങ്കിൽ കൂടെ ബിറ്റുകൾ യൂസ് ചെയ്യാൻ കുറേ സ്പേസ് കാണാൻ വേണ്ടി ഇവിടെ അതില്ല. അപ്പോൾ നമ്മൾ കൊമേഴ്ഷ്യൽ കമ്പ്യൂട്ടേഴ്സിലൊക്കെ ജനറലായിട്ട് ഇതാണ് യൂസ് ചെയ്യുന്നത്. അപ്പോൾ എന്തൊക്കെയാണ് ഇതിൻ്റെ സ്റ്റെപ്പ്? ഫസ്റ്റ് A R1ക്ക് മൂവ് ചെയ്തു. ദെൻ B നെക്സ്റ്റ് സ്റ്റെപ്പിൽ പറയുന്നത് ആഡ് R1, B ആണ്. എന്ന് വെച്ചാൽ B നമ്മൾ എന്ത് ചെയ്യും, R1 ആയിട്ട് ആഡ് ചെയ്തിട്ട് ആ റിസൾട്ട് R1ൽ ബേസ്. നിങ്ങൾ ഇതിൻ്റെ റൈറ്റ് സൈഡിലും കൂടെ നോക്കട്ടെ, അപ്പോൾ നിങ്ങൾക്ക് വ്യക്തമായിട്ട് മനസ്സിലാവും. M of B R1 gives R1 + M of B എന്ന് പറഞ്ഞ് കൊടുത്തിട്ടുണ്ട്. എന്ന് വെച്ചാൽ R1 B R1 ആയിട്ട് ആഡ് ചെയ്തിട്ട് അത് നമ്മൾ A R1ക്ക് മൂവ് ചെയ്തല്ലോ, എന്നിട്ട് R1ഉം Bയും ആഡ് ചെയ്തിട്ട് റിസൾട്ടിന് R1 കൊടുത്തു. പിന്നെ നെക്സ്റ്റ് എന്താണ് മൂവ് R2, C എടുത്തിട്ട് R2ക്ക് മൂവ് ചെയ്തു. ദെൻ Dയും ഈ R2 കൂടെ ആഡ് ചെയ്തിട്ട് R2ൽ തന്നെ പേസ്റ്റ് ചെയ്ത് വെച്ചു. എന്ന് വെച്ചാൽ ആഡ് R2, D. ദെൻ മൾ R1, R2 R1ഉം R2 മൾട്ടിപ്ലൈ ചെയ്തു. എന്നിട്ട് ആ റിസൾട്ട് R1ൽ സ്റ്റോർ ചെയ്തു. എന്നിട്ട് ഈ R1ലെ റിസൾട്ടിനെ Xക്ക് മൂവ് ചെയ്തു. ഇത്രയാണ് ടു അഡ്രസ് ഇൻസ്ട്രക്ഷനിലുള്ള സ്റ്റെപ്സ്. ഇത് ഒരു മിനിറ്റ്, ഇത് മറ്റേതിനേക്കാൾ കുറച്ചുകൂടി സിമ്പിളാണ്, പക്ഷേ സ്റ്റെപ്സ് കൂടുതലാണ്. ഓക്കെ, അപ്പോൾ ഇതാണ് ടു അഡ്രസ് ഇൻസ്ട്രക്ഷൻ. അപ്പോൾ ഇൻസ്ട്രക്ഷൻസ് ചോദിക്കുമ്പോൾ നിങ്ങൾക്ക് ഇങ്ങനെ കുറച്ച് സ്റ്റെപ്സും കൂടെ ഇതിൽ ഇൻക്ലൂഡ് ചെയ്യാവുന്നതാണ്. ഓക്കെ, നെക്സ്റ്റ് 1 അഡ്രസ് ഇൻസ്ട്രക്ഷൻ. ഇപ്പോൾ നമ്മൾ പറഞ്ഞെന്താണ്, ഇത്തരം 2 അഡ്രസ് ഇൻസ്ട്രക്ഷനും 3 അഡ്രസ് ഇൻസ്ട്രക്ഷനും യൂസ് ചെയ്യുന്നത് അല്ലെങ്കിൽ ഫോളോ ചെയ്യുന്നത് നമ്മളുടെ ജനറൽ രജിസ്റ്റർ ഓർഗനൈസേഷനാണ്. CPU-ൻ്റെ ജനറൽ രജിസ്റ്റർ ഓർഗനൈസേഷനാണ് യൂസ് ചെയ്യുന്നത്. ഓക്കെ, കാരണം ഇത് കുറേ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ ചെയ്യുന്നുണ്ടല്ലോ, പല ലൊക്കേഷൻക്കും പാസ് ചെയ്യുന്നതുകൊണ്ട് ജനറൽ രജിസ്റ്റർ ഓർഗനൈസേഷനാണ് ഇതിനകത്ത് ഫോളോ ചെയ്യുന്നത്. നെക്സ്റ്റ് നമ്മുടെ 1 അഡ്രസ് ഇൻസ്ട്രക്ഷൻ. ഇതിനകത്ത് നമ്മൾ അക്യുമുലേറ്റർ ഓർഗനൈസേഷനാണ് ഫോളോ ചെയ്യുന്നത്. ഇതിനകത്ത് അക്യുമുലേറ്ററാണ് എല്ലാം മാനിപ്പുലേഷൻസിൽ മെയിനായിട്ട് ഇൻവോൾവ് ചെയ്യുന്നത്. നമ്മൾ പറഞ്ഞു ഇത് ഫോളോ ചെയ്യുന്നത് എന്താണ്, അക്യുമുലേറ്റർ ഓർഗനൈസേഷനാണ്. അതുകൊണ്ട് തന്നെ 1 അഡ്രസ് ഇൻസ്ട്രക്ഷനിൽ ഒരു സെക്കൻഡ് രജിസ്റ്റർ യൂസ് ചെയ്യുന്നതിന് പകരം നമ്മൾ എന്ത് ചെയ്യും, അക്യുമുലേറ്റർ യൂസ് ചെയ്യും. പിന്നെ ഒരു ടെമ്പററി ലൊക്കേഷൻ T കണ്ട് ഇവിടെ ഈ ഇൻസ്ട്രക്ഷൻസിൽ T ഉണ്ട്, അതിൽ യൂസ് ചെയ്യും. അപ്പോൾ മറ്റേ 3 അഡ്രസ് ഇൻസ്ട്രക്ഷനിലായാലും 2 അഡ്രസ് ഇൻസ്ട്രക്ഷനിലായാലും നമ്മൾ മോർ രജിസ്റ്റേഴ്സ് യൂസ് ചെയ്യുമ്പോൾ ഇവിടെ അതിനൊക്കെ പകരം നമ്മൾ അക്യുമുലേറ്ററാണ് യൂസ് ചെയ്യുന്നത്. മാത്രമല്ല ഒരു ടെമ്പററി ലൊക്കേഷനും യൂസ് ചെയ്യുന്നുണ്ട്. അപ്പോൾ ഫസ്റ്റ് എന്താണ്, നമ്മൾ സെയിം എക്സ്പ്രഷനാണ് എല്ലായിടത്തും ചെയ്തത്. x = a + b * c + d തന്നെയാണ് ചെയ്തത്. എങ്കിൽ കൂടെ ഓരോന്നും ഓരോ വേസിലാണ്, കാരണം ഓർഗനൈസേഷൻ ഡിഫറെൻ്റ് ആയതുകൊണ്ട് ഓരോ വേസിലാണ് നമ്മൾ ചെയ്തത്. ഇവിടെ എന്താണ് ചെയ്യുന്നത്, ഫസ്റ്റ് ലോഡ് A ചെയ്തു, അക്യുമുലേറ്റർക്ക് A ലോഡ് ചെയ്തു. ദെൻ M of Bയും ഈ അക്യുമുലേറ്ററത്തെ Aയും എടുത്തിട്ട് ആഡ് ചെയ്തിട്ട് അത് വീണ്ടും അക്യുമുലേറ്ററിൽ സ്റ്റോർ ചെയ്തു, ആഡ് B. ദെൻ സ്റ്റോർ T എന്ന് പറഞ്ഞാൽ ഈ റിസൾട്ടിനെ എടുത്ത് നമ്മൾ വേറെ ടെമ്പററി ലൊക്കേഷനിൽ പേസ്റ്റ് ചെയ്തു. ദെൻ വീണ്ടും നമ്മൾ C + d ചെയ്യാൻ പോകണം. ലോഡ് C, M of C gives AC പറഞ്ഞതിൻ്റെ അത് എന്താ മനസ്സിലാൻ വേണ്ടിയിട്ടാണ് റൈറ്റ് സൈഡിൽ അങ്ങനെ കൊടുത്തിട്ടുള്ളത് കേട്ടോ. പിന്നെ ആഡ് D എന്ന് പറഞ്ഞിട്ട് നമ്മൾ മറ്റേ ചെയ്ത പോലെ തന്നെ M of Dയും അതേപോലെ അക്യുമുലേറ്ററിലുള്ള Cയും കൂടെ ആഡ് ചെയ്ത് റിസൾട്ട് ACയിൽ സ്റ്റോർ ചെയ്തു. എന്നിട്ട് ACയിൽ അപ്പോൾ ഇതിൻ്റെ റിസൾട്ടുണ്ട്, Tയിൽ മറ്റേൻ്റെ റിസൾട്ടുണ്ട്. ഇതിൻ്റെ Aയും Bയും ആഡ് ചെയ്ത റിസൾട്ട് Tയിൽ നമ്മൾ നേരത്തെ സ്റ്റോർ ചെയ്തല്ലോ, അത് രണ്ടും കൂടെ മൾട്ടിപ്ലൈ ചെയ്ത് റിസൾട്ട് എന്ത് ചെയ്യും, ACയിൽ സ്റ്റോർ ചെയ്യും. എന്നിട്ട് സ്റ്റോർ X എന്ന് വെച്ചാൽ ACയിലുള്ള റിസൾട്ടിനെ എടുത്തിട്ട് M of Xയിൽ സ്റ്റോർ ചെയ്ത് വെക്കും. ഇത്രയാണ് 1 അഡ്രസ് ഇൻസ്ട്രക്ഷൻസിനെ കുറിച്ച് പറയാനുള്ളത്. അപ്പോൾ നമ്മൾ മെയിനായിട്ട് എന്തിനാണ് ഇപ്പോൾ ഈ അഡ്രസ് ഇൻസ്ട്രക്ഷൻസൊക്കെ പറയുന്നത്, ഇത്രയും വേസിൽ നമുക്ക് ഇൻസ്ട്രക്ഷൻസ് ഫോർമാറ്റ് കീപ്പ് ചെയ്യാൻ കഴിയും. പിന്നെ നമ്മൾ ആദ്യം പറഞ്ഞല്ലോ ഓരോ ടൈപ്സ് ഓർഗനൈസേഷൻ, അപ്പോൾ ഓരോന്നും ഏത് ഓർഗനൈസേഷനാണോ ചെയ്യുന്നത് അതിന് ഫോളോ ചെയ്യുന്ന ഇൻസ്ട്രക്ഷൻസ് ഇതൊക്കെയാണ്, ഇൻസ്ട്രക്ഷൻ ഫോർമാറ്റ്സ് ഇതൊക്കെയാണ് നമ്മൾ മനസ്സിലാക്കണം.
ഇതാണ് സീറോ അഡ്രസ് ഇൻസ്ട്രക്ഷൻ. നമ്മൾ പറഞ്ഞു സീറോ അഡ്രസ് ഇൻസ്ട്രക്ഷൻ ഫോളോ ചെയ്യുന്ന എന്താണ്? സ്റ്റാക്ക് ഓർഗനൈസേഷൻ. അപ്പോൾ നിങ്ങൾ ഈ ഓരോ ഇൻസ്ട്രക്ഷൻ ഫോർമാറ്റ്സിനെ കുറിച്ച് പറയുമ്പോഴും ഏതിനെയാണ് ഫോളോ ചെയ്യുന്നതെന്ന് മനസ്സിലാക്കി നിങ്ങൾക്ക് അതിനനുസരിച്ച് തന്നെ എഴുതാൻ കഴിയും. 2ഉം 3യും ഫോളോ ചെയ്തത് നമ്മുടെ ജനറൽ രജിസ്റ്റർ ഓർഗനൈസേഷനാണ്. കാരണം അവിടെ കുറേ രജിസ്റ്റേഴ്സ് യൂസ് ചെയ്തിട്ടാണ് എക്സിക്യൂഷൻ നടത്തിയത്. പിന്നെ നമ്മുടെ 1 അഡ്രസ് ഇൻസ്ട്രക്ഷൻ്റെ കേസ് വന്നപ്പോൾ അത് നമ്മുടെ അക്യുമുലേറ്റർ ബേസ്ഡാണ്, അല്ലെങ്കിൽ അതിന് അക്യുമുലേറ്റർ ഓർഗനൈസേഷൻ്റെ ബേസിലാണ് ചെയ്തത്. അവിടെ മെയിനായിട്ട് മാനിപ്പുലേഷൻ നടന്ന അക്യുമുലേറ്ററിലാണ്. അപ്പോൾ അതാണ് 1 അഡ്രസ് ഇൻസ്ട്രക്ഷൻ. ഇനി 0 അഡ്രസ് ഇൻസ്ട്രക്ഷൻ്റെ കേസ് വരുമ്പോൾ അത് ഫോളോ ചെയ്യുന്നത് സ്റ്റാക്ക് ഓർഗനൈസേഷനാണ്. അതുകൊണ്ട് തന്നെ ഇതിൽ മൊത്തം നടക്കുന്നത് പുഷ് പോപ്പ് ഇൻസ്ട്രക്ഷൻസിനായിരിക്കും. കാരണം ഇവിടെ നമ്മൾ മെയിനായിട്ട് ചെയ്യുന്നത് എന്താണ്? പുഷും പോപ്പുമാണ് ചെയ്യുന്നത്. സ്റ്റാക്കിൽ അതല്ലേ ചെയ്യാറുള്ളത്, പുഷും പോപ്പും. അപ്പോൾ നമ്മളിപ്പോൾ ഒരു അരിത്മാറ്റിക് എക്സ്പ്രഷൻ x = a+b * c+d ചെയ്യുമ്പോൾ നമ്മൾ ചെയ്യേണ്ടത് റിവേഴ്സ് പോളിഷ് നൊട്ടേഷനിലാണ് നമ്മളിത് ശരിക്കും പ്രോസസ്സ് ചെയ്യേണ്ടത്. ഇവിടെ നമ്മൾ ജസ്റ്റ് ഇൻസ്ട്രക്ഷൻസാണ് പറയുന്നത്, പക്ഷേ ആക്ച്വലി എങ്ങനെയാണ് ചെയ്യുക? റിവേഴ്സ് പോളിഷ് നൊട്ടേഷനാണ് ചെയ്യുന്നത്. എനിക്ക് തോന്നുന്നു നിങ്ങളുടെ ക്ലാസ് തന്നെയാണ് റിവേഴ്സ് പോളിഷ് നൊട്ടേഷൻ എടുത്തിട്ടുള്ളത്. S3 എടുത്തിട്ടുള്ള പോളിഷ് നൊട്ടേഷനാണ്, എൻ്റെ ഓർമ്മ ശരിയാണെങ്കിൽ. നിങ്ങൾക്ക് റിവേഴ്സ് പോളിഷ് നൊട്ടേഷനാണ് എടുത്തത്. ഓക്കെ, അപ്പോൾ ആ മെത്തേഡ് ചെയ്യുമ്പോൾ നമുക്ക് എന്ത് ചെയ്യും? ആദ്യം ഓപ്പറേഷൻസിനെ ലെഫ്റ്റ് സൈഡിൽ കൊടുത്തിട്ട് ആദ്യം ആ ഓപ്പറേഷൻസ് ചെയ്തിട്ട് ഫൈനൽ ഓപ്പറേഷൻ ലാസ്റ്റ് ചെയ്യാമെന്നൊക്കെ പറഞ്ഞ് ഞാൻ നിങ്ങൾക്ക് തന്നെയാണ് എടുത്തിട്ടുള്ളത്. നിങ്ങൾക്ക് ഫിഗർ വെച്ചൊക്കെ പറഞ്ഞിട്ടുണ്ട് കഴിഞ്ഞ ക്ലാസ്സിൽ. ഷുവർ. അപ്പോൾ നമുക്ക് നോക്കാം എങ്ങനെയാണ് 0 അഡ്രസ് ഇൻസ്ട്രക്ഷൻസ് ചെയ്യുന്നത്. ഫസ്റ്റ് എന്ത് ചെയ്യും? TOS എന്ന് പറഞ്ഞാൽ ടോപ്പ് ഓഫ് ദി സ്റ്റാക്കാണ്. അപ്പോൾ പുഷ് എ, ഫസ്റ്റ് നമ്മൾ എനെ എടുത്തിട്ട് ടോപ്പ് ഓഫ് ദി സ്റ്റാക്കിൽ കൊണ്ടുവന്ന് വെച്ചു. ദെൻ പുഷ് ബീനെ എടുത്തിട്ട് ടോപ്പ് ഓഫ് ദി ടോസിൽ കൊണ്ടുപോയി പുഷ് ചെയ്തു. എന്നിട്ട് നമ്മൾ ആഡ് ഓപ്പറേഷൻ ചെയ്യുന്നത്. ടോസ്ക്ക് a+b ആഡ് ചെയ്തിട്ട് റിസൾട്ട് പാസ് ചെയ്യും. നമ്മളൊക്കെ നമ്മൾ ഡീറ്റെയിൽ ആയിട്ട് കഴിഞ്ഞ ക്ലാസ്സിൽ ഫിഗർ വെച്ചെന്നെ പറഞ്ഞിട്ടുണ്ട്. ദെൻ പുഷ് സി എന്ന് പറഞ്ഞാൽ ടോസ്ക്ക് സീനെ കൊടുത്തിട്ട് പേസ്റ്റ് ചെയ്യും. പുഷ് ഡി എന്ന് പറയുമ്പോൾ ടോസ്ക്ക് ടോപ്പ് ഓഫ് ദി സ്റ്റാക്ക് ഡീനെ കൊടുത്തിട്ട് ഇൻസേർട്ട് ചെയ്യും. എന്നിട്ട് ആഡ് ഓപ്പറേഷൻ ചെയ്യും, സിയും ഡിയും ആഡ് ചെയ്യും. ദെൻ അതൊക്കെ കഴിഞ്ഞിട്ട് ലാസ്റ്റ് എന്താ ചെയ്യുക? മൾട്ടിപ്ലിക്കേഷൻ. ടോസിൽ കൊണ്ടുവന്നിട്ട് എന്ത് ചെയ്യും? ഈ സിൻ്റെയും ഡീൻ്റെയും റിസൾട്ടിനെയും എൻ്റെയും ബീൻ്റെ റിസൾട്ടിനെ കൂടെ മൾട്ടിപ്ലൈ ചെയ്യും. എന്നിട്ട് അതിൻ്റെ റിസൾട്ടിനെ m(x) ആയിട്ട് പോപ്പ് ചെയ്യും. ഓക്കെ, ഇത്രയാണ് 0 അഡ്രസ് ഇൻസ്ട്രക്ഷൻസിൽ ചെയ്യുന്നത്. അപ്പോൾ നമ്മൾ മെയിനായിട്ടുള്ള 4 ഇൻസ്ട്രക്ഷൻസ് പറഞ്ഞു. അതൊക്കെ എന്തിനെയാണ് ഫോളോ ചെയ്യുന്നത് നിങ്ങൾ മനസ്സിലാക്കിയാൽ നിങ്ങൾക്ക് ഈ ഇൻസ്ട്രക്ഷൻസൊക്കെ വെരി ഈസിയാണ്. കാരണം 3 അഡ്രസ് ഇൻസ്ട്രക്ഷൻ ആയാലും 2 അഡ്രസ് ഇൻസ്ട്രക്ഷൻ ആയാലും ഫോളോ ചെയ്യുന്ന എന്താണ്? ജനറൽ രജിസ്റ്റർ ഓർഗനൈസേഷനാണ്. അതുകൊണ്ട് തന്നെ അതിൽ രജിസ്റ്റേഴ്സ് കൂടുതൽ യൂസ് ചെയ്യുന്നത് നമുക്ക് കണ്ടു. നമ്മൾ ഫസ്റ്റത്തേന് 3 ടൈപ്പ് വീതം യൂസ് ചെയ്തു, സെക്കൻഡിൽ നമ്മൾ 2 വീതം യൂസ് ചെയ്തു. അത്തരം മാനിപ്പുലേഷനാണ് അതിനകത്ത് നടക്കുന്നത്. ഫസ്റ്റ് വണ്ണിൻ്റെ പ്രത്യേകത എന്തായിരുന്നു? 3 അഡ്രസ്സിൻ്റെ പ്രത്യേകത എന്തായിരുന്നു? അത് ഷോർട്ടായിരുന്നു ഇൻസ്ട്രക്ഷൻസ് എങ്കിൽ കൂടെ കൂടുതൽ ബിറ്റ് അതിനാവശ്യമായിരുന്നു. കാരണം 3 അഡ്രസ്സ് വെച്ച് ചെയ്തത് കാരണം അതിനനുസരിച്ചുള്ള ബിറ്റിൻ്റെ ലെങ്ത്ത് കൂടും. അതായിരുന്നു അതിൻ്റെ ഡിസഡ്വാൻറ്റേജ്. പക്ഷേ 2 അഡ്രസ്സിൻ്റെ കേസ് വന്നപ്പോൾ അതാണ് നമ്മൾ കൊമേഴ്ഷ്യലി യൂസ് ചെയ്യുന്ന ഒരു ടൈപ്പ് ഇൻസ്ട്രക്ഷൻ ഫോർമാറ്റ്സ്. കൊമേഴ്ഷ്യൽ കമ്പ്യൂട്ടേഴ്സിൽ യൂസ് ചെയ്യുന്ന ഇൻസ്ട്രക്ഷൻ ഫോർമാറ്റ് ആയിരുന്നു 2 അഡ്രസ് ഇൻസ്ട്രക്ഷൻസ്. അതും ജനറൽ രജിസ്റ്റർ ഓർഗനൈസേഷനെ ആയിരുന്നു ഫോളോ ചെയ്തിരുന്നത്. അതിന് പക്ഷേ ലെങ്ത്ത് സ്റ്റെപ്സ് കൂടുമായിരുന്നു. മറ്റിൽ ബിറ്റിൻ്റെ സൈസാണ് കൂടുക, ഇവിടെ സ്റ്റെപ്സാണ് കൂടുക. പിന്നെ 1 അഡ്രസ് ഇൻസ്ട്രക്ഷൻസ് പറഞ്ഞു. അതിനകത്ത് എന്തായിരുന്നു? അത് സിംഗിൾ അക്യുമുലേറ്റർ ഓർഗനൈസേഷനാണ് ചെയ്തിരുന്നത്. കാരണം നമുക്ക് ആ സ്റ്റെപ്പുകൾ തന്നെ കാണാമായിരുന്നു. അക്യുമുലേറ്ററാണ് അതിൻ്റെ മെയിനായിട്ട് മാനിപ്പുലേഷൻ നടന്നിരുന്നത്. 0 അഡ്രസ്സിൻ്റെ കേസ് വരുമ്പോൾ നമുക്കറിയാം അത് സ്റ്റാക്ക് ഓർഗനൈസേഷനെയാണ് ഫോളോ ചെയ്യുന്നത്. അതുകൊണ്ട് തന്നെ ഇൻസ്ട്രക്ഷൻസൊക്കെ എന്താണ്? പുഷും പോപ്പുമാണ് അതിലുള്ളത്. ലാസ്റ്റ് ആൻഡ് ഫൈനൽ നമ്മളിനി പറയാൻ പോകുന്നത് റിസ്ക് ഇൻസ്ട്രക്ഷൻസ് ആണ്. റിസ്ക് ഇൻസ്ട്രക്ഷൻസ് എന്ന് പറഞ്ഞാൽ റെഡ്യൂസ്ഡ് ഇൻസ്ട്രക്ഷൻ സെറ്റാണ് റിസ്ക് ഇൻസ്ട്രക്ഷൻസ്. അപ്പോൾ എന്താണ് റിസ്ക് ഇൻസ്ട്രക്ഷനിൽ നമ്മൾ ഇത്തരം ഇൻസ്ട്രക്ഷൻ സെറ്റ് എങ്ങനെയാണ് ചെയ്യുന്നതെന്നാണ് നോക്കാം. ഇവിടെ കുറേ സ്റ്റെപ്സ് പറയുന്നുണ്ട്. നമ്മൾ എല്ലായിടത്തും പറഞ്ഞ പോലെ അരിത്മാറ്റിക് എക്സ്പ്രഷൻ സെയിം തന്നെയാണ്. x = a+b * c+d എന്ന് വെച്ചാൽ നമ്മളിത് ചെയ്യുമ്പോൾ എങ്ങനെയാണ് റിസ്ക് ഇൻസ്ട്രക്ഷൻ വെച്ച് ചെയ്യുന്നത് നോക്കാം. ഫസ്റ്റ് ലോഡ് ചെയ്യും. എ പോയിട്ട് R1 ലോഡ് ചെയ്യും, ബി പോയിട്ട് R2, സി പോയിട്ട് R3, ഡി പോയിട്ട് R4. മറ്റേന്നുള്ള ഡിഫറൻസ് നിങ്ങൾക്ക് ഇതിൽ തന്നെ മനസ്സിലാവും. ആദ്യം തന്നെ എല്ലാ വേരിയബിൾസും എടുത്തിട്ട് R1ക്കും R2ക്കും R3ക്കും പാസ് ചെയ്ത് കൊടുക്കും. എന്നിട്ട് അതിനകത്ത് വെച്ചാണ് നമ്മൾ ഇൻസ്ട്രക്ഷൻസ് ചെയ്യുന്നത്. അപ്പോൾ ഓരോ ടൈമിലും മെമ്മറിയിൽ നിന്ന് ആക്സസ് ചെയ്യുന്നില്ല. ആദ്യം തന്നെ എല്ലാ ഡാറ്റയും എടുത്തിട്ട് മെമ്മറിയിൽ ആക്സസ് ചെയ്യും. മെമ്മറിയിൽ നിന്ന് ആക്സസ് ചെയ്തിട്ട് രജിസ്റ്റർക്ക് പാസ് ചെയ്യും. എന്നിട്ട് അവ തമ്മിലാണ് ഡാറ്റാസ് തമ്മിൽ മാനിപ്പുലേഷൻ
മാനിപ്പുലേഷൻ ചെയ്യാണ് ഇവിടെ ചെയ്യുന്നത്. കാരണം പിന്നെ നോക്കൂ, ആഡ് R1, R1, R2 എന്ന് വെച്ചാൽ R1 R2 ആഡ് ചെയ്ത് R1 പേസ്റ്റ് ചെയ്തു, R2ഉം R3ഉം ആഡ് ചെയ്തിട്ട് R3 പേസ്റ്റ് ചെയ്തു, പിന്നെ അത് മൾട്ടിപ്ലൈ ചെയ്തു R1ഉം R3ഉം, എന്നിട്ട് റിസൾട്ടിനെ R1 എക്സ്റ്റിക്ക് പാസ് ചെയ്തു. ആ ലാസ്റ്റ് റിസൾട്ടിനെ മാത്രമേ നമ്മൾ മെമ്മറിക്ക് പാസ് ചെയ്തിട്ടുള്ളൂ. അതുവരെ നമ്മൾ ആ ഡാറ്റ മാനിപ്പുലേഷൻ ആ രജിസ്റ്റേഴ്സ് ത്രൂ ആണ് ചെയ്തത്. ഓക്കെ, അപ്പോൾ നിങ്ങൾ ടു അഡ്രസ് രജിസ്റ്ററും ഈ റിസ്ക് ഇൻസ്ട്രക്ഷനും കൂടെ ഒന്ന് കമ്പയർ ചെയ്താൽ നിങ്ങൾക്ക് വ്യക്തമായിട്ട് മനസ്സിലാവും എന്താണ് ആ ഡിഫറൻസ് എന്നുള്ളത്. നിങ്ങൾ ജസ്റ്റ് അതും ഇതൊന്നും എഴുതിയിട്ട് ജസ്റ്റ് ഒന്ന് കമ്പയർ ചെയ്ത് നോക്കട്ടോ. റിസ്ക് ഇൻസ്ട്രക്ഷൻസ് എന്താണ് നടക്കുന്നത്, ഫസ്റ്റ് തന്നെ മെമ്മറിയിൽ നിന്ന് എല്ലാം ആക്സസ് ചെയ്ത് വെക്കുകയാണ് ചെയ്യുന്നത്, മറ്റേത് ഓരോ ടൈമിലുമാണ് ചെയ്യുന്നത്. ഓക്കെ, അതാണ് റിസ്ക് ഇൻസ്ട്രക്ഷൻസിനെ കുറിച്ച് പറയാനുള്ളത്. അപ്പോൾ നമ്മളിപ്പോൾ ഇതുവരെ ഡിസ്കസ് ചെയ്തത് കുറേ ടൈപ്പ് ഇൻസ്ട്രക്ഷൻ ഫോർമാറ്റ്സ് ആണ്. ഓരോന്ന് നമ്മൾ പറഞ്ഞു ഓരോ ടൈപ്പ് CPU ഓർഗനൈസേഷനെയാണ് ഓരോന്നും ഫോളോ ചെയ്യുന്നത്. അപ്പോൾ നിങ്ങൾ എക്സാമിന് എഴുതുമ്പോൾ അതിനനുസരിച്ച് എഴുതുക. പിന്നെ കാര്യങ്ങൾ സിമ്പിളായിട്ടുള്ള കുറേ കൺസെപ്റ്റുകളാണ്. ജസ്റ്റ് ഇൻസ്ട്രക്ഷൻസ് പല വേസിൽ ഓരോന്നിൻ്റെയും എഴുതുന്നത്, എങ്ങനെയാണ് സ്റ്റാക്ക് ഓർഗനൈസേഷനിൽ ചെയ്യുന്നത്, എങ്ങനെയാണ് ജനറൽ രജിസ്റ്റർ ഓർഗനൈസേഷനിൽ എങ്ങനെയാണ് ചെയ്യുന്നത്, എങ്ങനെയാണ് അക്യുമുലേറ്റർ ഓർഗനൈസേഷനിൽ ചെയ്യുന്നതെന്നൊക്കെ കാണിക്കാനുള്ള ഓരോ ടൈപ്സ് ഇൻസ്ട്രക്ഷൻ ഫോർമാറ്റ്സ് ആണിത്. പിന്നെ ലാസ്റ്റായിട്ട് റിസ്ക് ഇൻസ്ട്രക്ഷൻസ് എങ്ങനെ ചെയ്യുന്നതെന്ന് കൂടെ ഒന്ന് പറഞ്ഞു. മെയിനായിട്ട് ആ 4 ടൈപ്പ് ഇൻസ്ട്രക്ഷൻസ് ഇമ്പോർട്ടൻസ് ആണ്. ഒരു 5 മാർക്കിനെങ്കിലും മിനിമം ചോദിക്കാൻ ചാൻസ് ഉള്ളതുമാണ്, പക്ഷേ സിമ്പിളാണ്. നിങ്ങൾക്ക് ഈ ഇൻസ്ട്രക്ഷൻസൊക്കെ സിമ്പിളായിട്ട് എഴുതാമല്ലോ, കാരണം സെയിം അരിത്മാറ്റിക് എക്സ്പ്രഷൻ വെച്ച് തന്നെയാണ് ഇത് എഴുതുന്നത്. അതുകൊണ്ട് നിങ്ങൾക്ക് സിമ്പിളായിട്ട് ഇത് മാനേജ് ചെയ്യാവുന്നതാണ്. അപ്പോൾ ഈ വീഡിയോ വാച്ച് ചെയ്തതിന് ശേഷം നോട്ട്സൊക്കെ എഴുതിയെടുക്കുക. എന്തെങ്കിലും ഡൗട്ട്സ് ഉണ്ടെങ്കിൽ ക്ലിയർ ചെയ്യാം. ഓക്കെ, താങ്ക് യു.